ടീച്ചർമ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ, നാടകകൃത്ത് എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായിരുന്ന MT, അതായത് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായരെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ PSCക്കും അതുപോലെ ഏതൊരു മത്സര പരീക്ഷയ്ക്കും വരാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ ജീവചരിത്രക്കുറിപ്പിന് ശേഷം ഉണ്ട്. MT വാസുദേവൻ നായർ, മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്നാണ് മുഴുവൻ പേര്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ജനനം പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ ആണ്. അദ്ദേഹം 1933 ജൂലൈ 15 ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ് T. നാരായണൻ നായരും അമ്മാളുവമ്മയും. അദ്ദേഹം 4 മക്കളിൽ ഇളയവനായിരുന്നു. 1953 പാലക്കാട് ജില്ലയിലെ വിക്ടോറിയ കോളേജിൽ നിന്ന് അദ്ദേഹം ബിരുദം നേടി. രസതന്ത്രത്തിലായിരുന്നു ബിരുദം. അതിനുശേഷം അദ്ദേഹം ഒരു അധ്യാപകനായി ജോലി ചെയ്തു. 1957 മാതൃഭൂമിയിൽ സബ് എഡിറ്ററായി ജോലി ലഭിച്ചു. അങ്ങനെ അധ്യാപകനായും പത്രാധിപനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് രണ്ടാമൂഴം, വാരാണസി, അസുരവിത്ത്, മഞ്ഞ്, നാലുകെട്ട്, കാലം, പാതിരാവും, പകൽ വെളിച്ചവും. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ നോവലുകളാണ്. ഇനി കഥകളാണ്. ഇരുട്ടിൻ്റെ ആത്മാവ്, വാരിക്കുഴി, കുട്ടിയടത്തി, ഓപ്പോൾ, പതനം, വാനപ്രസ്ഥം ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ ചെറുകഥകളാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളാണ് ഓളവും തീരവും, മുറപ്പെണ്ണ്, അസുരവിത്ത്, പകൽക്കിനാവ്, ഇരുട്ടിൻ്റെ ആത്മാവ്, വെള്ളം, പഞ്ചാഗ്നി, വൈശാലി, ആരൂഢം, അമൃതം ഗമയ, സദയം, ഒരു വടക്കൻ വീരഗാഥ, പെരുന്തച്ചൻ, സുകൃതം, പരിണയം, തീർത്ഥാടനം, പഴശ്ശിരാജ, ഉയരങ്ങളിൽ, അനുബന്ധം, നഗരമേ നന്ദി, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. ഇനി അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ: കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, രാഷ്ട്രപതിയുടെ സ്വർണ്ണപ്പതക്കം, 4 തവണ ദേശീയ പുരസ്കാരം, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം, JC ഡാനിയേൽ പുരസ്കാരം, ജ്ഞാനപീഠ പുരസ്കാരം, പത്മഭൂഷൺ, കേരള ജ്യോതി പുരസ്കാരം. ഇത്രയും പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ചെറുതും വലുതുമായ വേറെയും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2024 ഡിസംബർ 25 നിര്യാതനായി, അന്തരിച്ചു. ഇനി അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. അത് PSC പരീക്ഷയ്ക്കോ മറ്റേതൊരു മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഇത് ഉപകാരപ്രദമാകും കേട്ടോ. MTക്ക് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ച വർഷം 1995 MTക്ക് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം ഏത് കൃതിക്കാണെന്ന് 1986 അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലായ നാലുകെട്ടിനാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് ലഭിച്ചത്. സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി കാലമാണ്. 1970 കാലം 1970. അദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടാമൂഴം എന്ന കൃതിക്കാണ്. ഓടക്കുഴൽ അവാർഡ് വാനപ്രസ്ഥം എന്ന കൃതിക്ക്. പത്മഭൂഷൺ അദ്ദേഹത്തിന് ലഭിച്ച വർഷം 2005. 2005 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയാണ് രക്തം പുരണ്ട മണൽത്തരികൾ. മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് 1973 നിർമാല്യം എന്ന ചിത്രത്തിന് അദ്ദേഹത്തിന് ലഭിച്ചു. MTക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം 2011. MTയും NP മുഹമ്മദുമായി ചേർന്ന്, അതായത് രണ്ടുപേരും കൂടി പരസ്പരം സഹായിച്ച് എഴുതിയ നോവലാണ് അറബിപ്പൊന്ന്. തകർന്ന നായർ തറവാടുകളിലെ യുവാക്കളുടെ നൊമ്പരങ്ങളാണ് അദ്ദേഹം കഥകളായി രൂപപ്പെടുത്തിയത്. അതിൽ വ്യത്യസ്തമായിട്ട് നമ്മുടെ കേരള പശ്ചാത്തലമല്ലാത്ത ഒരേ ഒരു കൃതി മഞ്ഞാണ്. അദ്ദേഹത്തിന് വേണ്ടി ഇത് സമർപ്പിക്കുന്നു.